നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് ആതിര വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ. അപ്പോൾ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ബാങ്കിൽ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ ബാങ്കിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ളൊരു എൻ്റെ കുറച്ച് എന്താ ജോലികളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ വാവനെ റെഡിയാക്കി പഠിക്കാനൊക്കെ വിട്ടിട്ടാണ് പോയത്. 11 മണിയായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അപ്പോൾ രാത്രിയിലത്തേക്ക് കറികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഞാൻ ആ ടൈമിൽ കിച്ചണൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ പാത്രങ്ങളാണ് കേട്ടോ. രാവിലെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പ്ലാൻ എല്ലാം തകർക്കുന്ന ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് നേരത്തെ അറിയാം നമുക്ക് ഈ ദിവസം ഇന്ന സ്ഥലത്ത് പോകണം എന്നൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ ആ രീതിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ജോലികളൊക്കെ തീർത്ത് വയ്ക്കും. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് വയ്ക്കും, നമുക്ക് രാവിലെ ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ പ്ലാനിങ് മൊത്തവും മാറും. അപ്പോൾ നമുക്ക് ഒരുപാട് ജോലി ഉള്ളതുപോലെ തോന്നും, അതുപോലെ ഒന്നും ചെയ്തിട്ട് അങ്ങ് തീരാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്ക് രാവിലെ എണീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ബാങ്കിൽ പോകണം എന്നുള്ളൊരിത് വന്നത്. അപ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒരുക്കി വെച്ചിട്ട് എനിക്ക് പോവേണ്ടി വന്നു. ഉച്ചയ്ക്കത്തൊക്കെ ഒന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഉള്ളത് വെച്ചൊക്കെ ഉച്ചയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അപ്പോൾ രാത്രിയിലത്തേക്ക് അങ്ങനെ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, വാവയ്ക്കുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന് പിന്നെ അത് കറി വയ്ക്കാനൊക്കെ ഒരുങ്ങിയത്. ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ്. ഞാൻ പോയിട്ട് വന്നപ്പോൾ ഒരു 1 മണി 1:30 ആയി കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഫുള്ള് ചിക്കൻ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിലത്തേക്ക് മാത്രം കുറച്ചെടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ, നമുക്ക് നാളെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ചിക്കൻ വൃത്തിയാക്കിയിട്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒരു തൃപ്തികരമല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഞാൻ നല്ല രീതിക്കാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ അതുപോലെ തന്നെ മീൻകറി വെക്കുമ്പോഴും ഞാനാണ് വെട്ടിക്കറി വെക്കുന്നതെങ്കിൽ എനിക്കത് കഴിക്കാൻ വലിയൊരു പ്രയാസമായിരിക്കും. അപ്പോൾ ചിക്കനെല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കനും കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബാക്കി ഇന്നത്തേക്ക് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ്ങിന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചിക്കൻ മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു മൊമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് കേട്ടോ, ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഫസ്റ്റ് ചെയ്യാണ്. അപ്പോൾ മൈദ ഉണ്ടായിരുന്നു, അപ്പോൾ മൈദ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ എല്ലില്ലാത്ത കഷ്ണം നോക്കിയിട്ട് എടുത്തിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ലായിരിക്കും ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരു ഇതിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മുടെ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതും നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് പരത്തിയെടുക്കണം. അപ്പോൾ എനിക്ക് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ മാവെല്ലാം പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കണമല്ലോ. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ജിഞ്ചർ ഗാർലിക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം സവോളയും പച്ചമുളകും കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ മൊമോസിൽ ഞങ്ങൾ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ടൊമാറ്റോ ചില്ലി സോസ് അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ ഒരു ഇൻഗ്രീഡിയൻസാണ്, ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു ഇൻഗ്രീഡിയൻസാണ്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിലിത് ഇങ്ങനെ ഈ ടൊമാറ്റോ സോസ് ചേർക്കുന്നത് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിത് കഴിച്ചിട്ടൊരു തൃപ്തിയായില്ല എൻ്റെ മസാല കഴിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ ചില്ലി സോസ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് വെള്ളം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് ഡ്രൈ ആക്കി എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ നേരത്തെ ഞാൻ മൈദ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചെറുതായിട്ടാണ് പരത്തിയത്, നല്ല തിന്നായിട്ട് പരത്തിയെടുത്തു. അതിലേക്ക് നമ്മുടെ ഈ ഫില്ലിങ്, നമ്മുടെ ഈ മസാല
ചിക്കൻ്റെ ഇത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. എനിക്കിതെങ്ങനെ ഫോൾഡ് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ എൻ്റെ ഒരു ഇതിൽ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ എടുത്തു. ഒരു 10 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, 10 ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഞാൻ ഈ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നതില്ലേ അതിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഈ മാവ് പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരത്തുക. ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി നിങ്ങൾ വേറെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിങ്ങനെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ വന്നിട്ട് നോക്കിയപ്പം നല്ല രസമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 2 എൻ്റെ വാവ എടുത്തുകൊണ്ട് പോയി, ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ ആളെടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മൊമോസും റെഡി ആക്കിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ വെച്ചിട്ട് ഞാൻ വന്നപ്പോഴാണ് കുറച്ച് വാവ ഇങ്ങനെ ചവിട്ടി കയറിയതിൻ്റെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആളവിടെ കാർട്ടൂണിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ഫേസിൽ പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് കുറേ നാളുകൊണ്ട് ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി, എൻ്റെ സ്കിന്നിന് അത് സ്യൂട്ടായി. പിന്നെ ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു. ചിലപ്പോൾ ഞാൻ ബോഡി ലോഷനും അപ്ലൈ ചെയ്യാറുണ്ട്, ചിലപ്പോൾ എനിക്ക് മടിയില്ലാത്തപ്പോഴേ ഞാൻ അതും കൂടി അപ്ലൈ ചെയ്യാറുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വാവ വന്നു. അപ്പോൾ ആൾക്കറിയാം കേട്ടോ ഞാൻ യൂട്യൂബ് ചാനലിൽ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, അതിലൊക്കെ നോക്കി. ഇപ്പോൾ കളിക്കാൻ പോകണം, അതിന് വേണ്ടിയിട്ട് വന്ന് എന്നെ സോപ്പിട്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വീഴുമൊക്കെ ആണെങ്കിൽ ആരും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ച് ഇറങ്ങിയിട്ട് കളിക്കാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിങ്ങനെ നിന്നിട്ട് ചോദിക്കുകയാണ് കേട്ടോ, ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പോകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ജനലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കേട്ടോ, അല്ലെങ്കിൽ കൊതുക് അകത്തേക്ക് കയറും. അപ്പോൾ ഞാൻ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടിട്ട് ഞാൻ പോയിട്ട് കട്ടൻ ചായ തിളപ്പിച്ചു. അപ്പോൾ നമുക്ക് രാവിലെ പാൽ ചായയും അതുപോലെ വൈകിട്ട് ഞങ്ങൾ കട്ടൻ ചായയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലെ വെള്ളം അവിടെ എല്ലാം ആയി. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു, തേയിലപ്പൊടി ഇട്ടു, പഞ്ചസാര ഇട്ട് ഞങ്ങൾ കട്ടൻ റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴേ വാവർ നമുക്ക് നടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, വെറുതെ ഒന്ന് പറമ്പിക്കൂടെയൊക്കെ ഒന്ന് നടക്കാൻ പോയി. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ സൈഡാണ് കേട്ടോ, വയലാണ്. ഇപ്പോൾ നെല്ല് കൃഷി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് ഇരുട്ടി കേട്ടോ, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് നടക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി. ആൾ കയ്യിലൊരു പാവയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഈ സ്ഥലത്ത് നടക്കുമ്പോൾ സൂക്ഷിക്കണം, ചേരയും പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ വേണം നടക്കാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ കട്ടൻ ചായയും ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടുള്ള മൊമോസും കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു, നമുക്ക് കഴിക്കാമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ TV കാണുക, ഫോണിൽ കളിക്കുക, ഇത് തന്നെയാണ് എൻ്റെ പണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.